ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. ഈ ഒരാഴ്ച അപ്പോൾ ഡബിൾ എവിക്ഷൻ ആയിരിക്കുമോ സിംഗിൾ എവിക്ഷൻ ആയിരിക്കുമോ എന്നൊക്കെ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 99% സിംഗിൾ എവിക്ഷൻ ആകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അത് വേറൊന്നും കൊണ്ടുമല്ല, ബിഗ് ബോസിന് ഒരു ടോപ്പ് 10 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഇടേണ്ടി വരും. ഈ ഒരാഴ്ച മൊത്തം 11 കണ്ടസ്റ്റൻസ് ആണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളത്. രണ്ടുപേര് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം 9 കണ്ടസ്റ്റൻസ് ആയിട്ട് ചുരുങ്ങുകയും ഒരു ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ലിസ്റ്റ് ഇടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ 11 പേരിൽ നിന്ന് ഒരാളെ എവിക്റ്റ് ആക്കി ടോപ്പ് 10 കണ്ടസ്റ്റൻസിനെ പറയാനാകും ബിഗ് ബോസ് ശ്രമിക്കുന്നത്. അതുപോലെ 11ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളൊക്കെ വരുന്നുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിലും മോസ്റ്റ് പ്രോബബിളി 10 കണ്ടസ്റ്റൻസിനെ ഉൾപ്പെടുത്താനായിരിക്കും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 10ാമത്തെ ആഴ്ച നല്ലൊരു ശതമാനം ചാൻസും സിംഗിൾ എവിക്ഷൻ മാത്രമായിരിക്കും നടക്കാൻ പോകുന്നത്. ഡബിൾ എവിക്ഷൻ നടക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല. ആ ഒരു സിംഗിൾ എവിക്ഷനിൽ ആരാകും പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാനാണ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത്. ഈ ഒരാഴ്ച ബിഗ് ബോസ് ആയിരിക്കും എവിക്ഷൻ തീരുമാനിക്കാൻ പോകുന്നത്, ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്ന്. പ്രേക്ഷകരുടെ വോട്ടിംഗ് ഒക്കെ അതിൽ മുങ്ങിപ്പോകാനുള്ള സകല സാധ്യതകളുമുണ്ട്. 3-4 പേര് ഡേഞ്ചർ സോണിൽ വളരെ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നിലവിൽ നിലനിൽക്കുന്നത്. അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ബിഗ് ബോസ് അവർക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്ട്സിനെയൊക്കെ സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വോട്ട് കുറവുള്ള ബിന്നിനെയൊക്കെ സേവ് ആക്കാനും വോട്ട് കുറച്ചും കൂടി കൂടുതലുള്ള നെവിനോ സാബുമാനെയോ പുറത്താക്കാനുള്ള സാധ്യതകളുണ്ട്. അത് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്. നിലവിൽ പ്രേക്ഷക സപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഓഡിയൻസ് ട്രെൻഡ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ നെവിന്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാബുമാന്, അത് കഴിഞ്ഞിട്ട് ബിന്നി, ഇങ്ങനെയാണ് ഏറ്റവും വോട്ട് കുറവുള്ള ആൾക്കാരുടെ ലിസ്റ്റ് കാണുന്നത്. ലക്ഷ്മി കൂടി ഈ ഒരു ഡേഞ്ചർ സോണിൽ ഉണ്ടെങ്കിൽ പോലും ലക്ഷ്മി ഈ ഒരു വീക്ക് സേവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി അറിയില്ല ബിഗ് ബോസ് ലക്ഷ്മിനെ ഈ ഒരാഴ്ച തൂക്കുമോ എന്ന്. എന്താണെങ്കിലും ഇവരിൽ ഒരാൾ മാത്രമേ ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുള്ളൂ. അത് ബിഗ് ബോസിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം ഇരിക്കും. പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടതുപോലെ ബിഗ് ബോസ് മേ ബി ഒരു അൺഎക്സ്പെക്ടഡ് എവിക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ബിന്നി പുറത്താകാനുള്ള സകല ചാൻസുമുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് അല്ല, ബിഗ് ബോസ് അവരെയൊക്കെ സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സാബുമാൻ ഓർ നെവിൻ, ഇവരിൽ ഒരാളായിരിക്കും പുറത്തേക്ക് പോകാൻ പോകുന്നത്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.